കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പ്രതിഷേധം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ OP ബഹിഷ്കരണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതായത് ചർച്ചകൾക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏതായാലും വീണ്ടും മന്ത്രിതല ചർച്ച നടക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും മുന്നോട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതായത് ശമ്പള പരിഷ്കരണം, അതോടൊപ്പം അവരുടെ ആനുകൂല്യങ്ങൾ നൽകുക, വേണ്ട സംവിധാനങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഒരുക്കുക അടക്കം നിരവധി ആവശ്യങ്ങളുണ്ട്. ഡോക്ടർമാരുടെ കൊഴിഞ്ഞുപോക്കും വലിയ ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇപ്പോൾ കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ സമരം തുടരുന്നത്. ഏതായാലും ശക്തമായ ഒരു നിലപാടിലേക്ക് കടക്കും അല്ലേ? അതെ, തീർച്ചയായും. കാരണം ഇപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സമരം തുടങ്ങിയത് ജൂലൈ 1 മുതലാണ്. 7 മാസമാകുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇതിനിടയിലുള്ള ചർച്ചകളിലൊന്നും തന്നെ ഞങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ ജെനുവിനായിട്ടുള്ള, അതായത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇത് ആശുപത്രി നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെ നൽകുക. എന്നിരുന്നാൽ മാത്രമേ വരുന്ന രോഗികളെ കൃത്യമായി നോക്കാനും അവർക്ക് വേണ്ട സേവനം നൽകാനും ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലാതെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രോഗികൾ വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ഞങ്ങളാണ്. കാരണം അവർ ഞങ്ങളെയാണ് കാണുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ, ഈ ഓവർഫ്ലോ വരുമ്പോൾ നാച്ചുറലി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവുമ്പോൾ അതിൽ ഡോക്ടർമാരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ, ആവശ്യത്തിനുള്ള ആൾക്കാരുണ്ടായേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ വരുന്ന ഡോക്ടർമാർ ഇവിടെ നിൽക്കണം. അവരിവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടിട്ട് കളഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥ വരരുത്. അപ്പോൾ ഒരു ശമ്പള പരിഷ്കരണം കൃത്യസമയത്ത് നടത്തുകയും അത് നടത്താതിരിക്കുമ്പോൾ, കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം നടക്കുന്നത് തന്നെ. അപ്പോൾ അതിലുള്ളൊരു കുടിശ്ശികയിൽ ഈ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതെപ്പോൾ തരുമെന്നോ എങ്ങനെ തരുമെന്നോ ഒന്നും ഇതുവരെ പറയാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എൻട്രി കേഡറിൽ പുതിയ ഡോക്ടർമാരാരും മെഡിക്കൽ കോളേജിലേക്ക് വരാനായിട്ട് വളരെയധികം വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ പല സ്പെഷ്യാലിറ്റീസിലും നമ്മൾ തന്നെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിരാശാജനകമാണ്. കാരണം ഏറ്റവും നല്ല ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇവിടെയാണുള്ളത്. ഡോക്ടേഴ്സ് ആവട്ടെ, നഴ്സസ് ആവട്ടെ, എല്ലാം നമുക്കറിയാം. പുറത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാം കേരളത്തിൽ പഠിച്ചവരാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ റാങ്കിങ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്രെഡിബിലിറ്റി പുറത്ത് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഡോക്ടർമാർ വരുന്നില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി പറഞ്ഞു. എൻട്രി കേഡറിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാളും ശമ്പളം കുറയുകയാണ് ഉണ്ടായത് ശമ്പള പരിഷ്കരണം വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ അവർ നിൽക്കുന്നില്ല. അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് അത് ആകർഷകമാക്കി ആൾക്കാർ ഇവിടെ നിർത്തിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കൃത്യമായി കൊടുക്കാനും പറ്റും. നമുക്ക് പുതിയ ആൾക്കാരെ ട്രെയിൻ ചെയ്യണം. അടുത്ത ഡോക്ടർമാർ ഇവിടെ നിന്നാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അവരുടെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് നിലവാരമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ നിലവാരം പാടെ തകരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ OP ബഹിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നുണ്ടോ? ഞങ്ങൾ ഈ കഴിഞ്ഞ 7 മാസം ഞങ്ങൾ സമരത്തിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്നൊക്കെ ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ രോഗികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഈ സമയം കൊണ്ട് സർക്കാർ ഇതിലൊരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഇവിടെ നിരാഹാര സമരവും നടക്കുകയുണ്ടായി. പക്ഷേ എന്നിട്ടും ആ സമയത്തൊന്നും തന്നെ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിനോ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ OP ബോയ്ക്കോട്ട് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിർബന്ധിതരായതാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആഗ്രഹമില്ല രോഗികളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. പക്ഷേ ഇപ്പോഴും എമർജൻസി സർവീസസ് എല്ലാം ഇലക്റ്റീവ് സർജറികൾ ഉൾപ്പെടെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനുള്ള ഡോക്ടർമാരൊക്കെ വാർഡുകളിൽ കിടക്കുന്ന പേഷ്യൻസിനെയും ലേബർ റൂം, ICUs എല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. OP സേവനമാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ ഒരു കാര്യത്തിൽ മതിയായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ബഹിഷ്കരിച്ചിട്ട് പോകേണ്ടി വരും. ഇലക്റ്റീവ് സർജറീസൊക്കെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ രോഗികളെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യുമ്പോൾ ഞങ്ങളെ അത് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാർ കൊണ്ടുപോകരുത്. ദയവായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുക. കാരണം ഞങ്ങൾ പൊതുജനത്തിൻ്റെ ഭാഗമാണ്, പൊതുജനത്തിൻ്റെ പരിച്ഛേദമാണ്.
സാധാരണ ജനങ്ങൾക്ക് സർവീസ് നൽകുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ നാളെയും ഇവിടെ വേണം, നാളെയും ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഇവിടെ വർക്ക് ചെയ്യണം. അതിന് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതായത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും ഒരു ഡോക്ടർ തയ്യാറാവില്ല. അപ്പോൾ ഈ ഡോക്ടർമാരുടെ സംഘടന ഈ ഒരു ഘട്ടത്തിൽ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ കാരണമാണ് അവർ പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള കാലത്ത്, അതായത് ഇനി വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ളൊരു തീരുമാനമുണ്ട്. അതിനു മുമ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമുണ്ട്. ആ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്യണം. അതായത് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ പ്രതിഷേധം തുടരാതിരിക്കാനുള്ള ശ്രമങ്ങൾക്കും ഈ ഡോക്ടർമാർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ അവസ്ഥ അതല്ല എന്ന് മാത്രം ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നും സായി സൂര്യയ്ക്കൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.